ചെറിയൊരു ഇന്നോവന്റെ പ്രൈസ് നമുക്ക് ഒരു ഫോർച്യൂണർ കൊണ്ട് അത് 2 വീൽ ഓട്ടോമാറ്റിക് മിനിമം 2 വർഷത്തേക്ക് വാറണ്ടി അപ്പൊ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് 10 ലക്ഷം ബഡ്ജറ്റ് നമുക്കൊരു ഫോർച്യൂണർ നോക്കുന്നത് ബെസ്റ്റ് ആണ്. 2 വീലാണ് അതോ 4 വീൽ? 2 വീൽ ഓട്ടോമാറ്റിക് 2023 കേട്ടോ. അപ്പൊ നമുക്ക് മോഡൽ കൂടിയ വണ്ടിയാണ്, ചെറിയ കിലോമീറ്റർ ആണ്. ട്രാക്കിന് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം. ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. നമുക്ക് മൈലേജ് ഒക്കെ എത്രയൊക്കെ പ്രതീക്ഷിച്ചു? 18 മുകളിൽ. നമുക്ക് ഡെയിലി യൂസിന് തന്നെ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ ലോ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. 100%. നിങ്ങൾ വണ്ടി കൊടുക്കുന്ന ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് 2017-18 ശേഷമുള്ള വണ്ടികളാണ് മാക്സിമം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരുവിധ എല്ലാ വണ്ടികളും 120ഓളം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഇല്ലാത്ത വണ്ടി മാത്രമേ ചെയ്യുന്നത്. 100% ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ ഏതൊരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ റിട്ടേൺ തന്നാൽ പല ഫണ്ട് നല്ല ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മാക്സിമം ട്രാക്കിന്റെ ഒരു 2 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോണും കിട്ടും. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. 7 സീറ്റർ വാഹനമാണ്. ടയറൊക്കെ എടുത്ത് പറഞ്ഞ ടയറൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഓഫ് ഡോർ ടയേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഫുൾ കട്ട ടയർ വരുന്ന വണ്ടിയാണ്. ഒരു വർക്കും ചെയ്യാനില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ പുതിയ നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോക്കസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ടയോട്ടയുടെ നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റകൾ, ഫോർച്യൂണറുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഈ സൈഡ് നമുക്കൊരു സെമി പ്രീമിയം ലെവൽ വാഹനങ്ങളാണ്. നമുക്ക് ക്യാംബ്രി വരുന്നുണ്ട്. സോ ഹൈബ്രിഡിൽ നല്ല മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ, ഓൾട്ടിസ്, EV അടക്കം വരുന്ന അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ വാഹനങ്ങളും അതേപോലെ ന്യൂ ജനറേഷൻ സിറ്റി കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബിഗ് സൈസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഫോക്കസിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അഭിലാഷ് ചേട്ടനാണ്. അഭിലാഷ് ചേട്ടൻ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും. എങ്ങനെയാണ് നമ്മൾ ഫോക്കസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടാണ്. പാണ്ഡ്യ ടൗൺ എത്തുന്നതിന് മുന്നേ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് തൊട്ട് ചേർന്നാണ് ഫോക്കസ് മോട്ടോഴ്സ്. അഭിലാഷ്, നമ്മൾ ഇന്നത്തെ ഒരു മേഖലയിൽ നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടതാണല്ലോ. ടോട്ടൽ ലോസ് പ്രശ്നങ്ങളൊക്കെ നിലവിൽ ഭയങ്കര കുഞ്ഞു വണ്ടികളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോക്കസിന് നിങ്ങൾ വണ്ടി കൊടുക്കുന്ന ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്? ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് 2017-18 ശേഷമുള്ള വണ്ടികളാണ് മാക്സിമം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരുവിധ എല്ലാ വണ്ടികളും 120ഓളം ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ടോട്ടൽ ലോസ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഇല്ലാത്ത വണ്ടി മാത്രമേ ചെയ്യുന്നത്. 100% ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ ഏതൊരു വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ റിട്ടേൺ തന്നാൽ പല ഫണ്ട് അങ്ങനെ കൊടുക്കും. അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി വെഹിക്കിളാണ്. പോരാത്തിന് വണ്ടി ഇപ്പൊ 2017-18 ശേഷം എടുക്കുന്ന ഏത് വണ്ടികൾക്കും മിനിമം 2 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്ന പോലെ തന്നെ അതേ ഫീലോട് കൂടി നമുക്ക് വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ടെൻഷൻ ഫ്രീ ആണ്. ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ടൗണിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്ക് 7 സീറ്ററുകൾ കൂടുതലുണ്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ സബോമീറ്റർ SUV എന്നാണ് തുടങ്ങാം. SKയുടെ ഒരു സോണറ്റ് ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം കാരിയർ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാഹനമാണ്. നമുക്ക് L57 തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2022-23 ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ കൂടുതലാണ്. ലോ കിലോമീറ്റർ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, സോ നമുക്ക് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ടയേഴ്സ് കാര്യങ്ങൾ അപ് ടു 90% വരുന്നുണ്ട് അല്ലെ? ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. സോ നമുക്ക് മൈലേജ് ഒക്കെ എത്രയൊക്കെ പ്രതീക്ഷിച്ചു? 18 മുകളിൽ. നമുക്ക് ഡെയിലി യൂസിന് തന്നെ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും കൂടെ തന്നെ ലോ കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. 100%. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ലാസ്റ്റ് കൊടുക്കുന്ന റേറ്റ് 10,90,000 കൊടുക്കാം. 10,90,000. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റിലേക്ക് വാങ്ങാം? 2-2.5 മാക്സിമം ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നല്ല സിബിലും കാലം 1.5 ലക്ഷം കിട്ടിയ തന്നെ വണ്ടി നമുക്ക് ചെയ്യാനും പറ്റില്ല. അടുത്തതാണ് നമുക്ക് ടയോട്ടയിലെ ഹൈറോഡർ, ഐക്രോസ് ഒക്കെ നോക്കി നടക്കുന്നവരെ സംബന്ധിച്ചതാവണോ? നമുക്ക് സെയിം സെഗ്മെന്റിൽ തന്നെ ഇൻവിക്ടോ. ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാല് സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു 7 സീറ്റർ. എങ്ങനെയായിരുന്നു? 2024-25 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അപ്പൊ ഏതാനും മാസങ്ങൾ മാത്രം ബൈക്കുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല കമ്പനി വാറന്റിയോട് കൂടിയുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാറന്റിക്ക് പുറമെ കമ്പനി വാറന്റി ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് അഡീഷണൽ വാറന്റിക്ക് പുറമെ വേണമെങ്കിൽ നമുക്ക് കമ്പനി വാറന്റി നിലവിലുണ്ട്. അപ്പൊ അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടാകും. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കുറഞ്ഞ 23,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വാഹനമാണ്. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 32,20,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫ്രഷിന്റെ റേറ്റുകൾ കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുക. സോ നമുക്ക് നല്ല ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. മാക്സിമം ട്രാക്കിന്റെ ഒരു 2 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. മാക്സിമം ലോൺ കിട്ടും. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാക്സിമം ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടയോട്ടന്റെ കളക്ഷൻസ് ആണ് വരുന്നത്. ഫോർച്യൂണറുകൾ എങ്ങനെയായിരുന്നു? 2014 മോഡലാണ്. 4x2
4x2 ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, ഒറിജിനൽ കേരളമാണ് വണ്ടി? അല്ല, കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വണ്ടിയാണ്. 55 നമ്പറായ വണ്ടി. നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ എങ്ങനെയാണ്? പെർഫെക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തെടുത്ത വെഹിക്കിൾ ആണ്. ഓക്കെ, അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത്. അപ്പോൾ 2014 2 വീൽ ഓട്ടോമാറ്റിക് A to Z നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 13,25,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 13,25,000 അല്ലേ? ഏകദേശം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം 10 ലക്ഷം എന്തായാലും ലോൺ കയറുന്ന വണ്ടി കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ കസ്റ്റമർ ആണ് 10 ലക്ഷം രൂപ ചെയ്യാം. അതല്ലെങ്കിൽ ട്രാക്ക് ഒക്കെ ഉണ്ട്, IT ഒക്കെ ഉള്ളവരാണെങ്കിൽ 10 മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടിയിൽ എഞ്ചിന് കയറും. അപ്പൊ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് വാറണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ ആണ്. നമ്മൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് തന്നെ. ഏതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡല് 1,82,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് ആണ് കിടക്കണത്. ഡീസൽ ഓട്ടോമാറ്റിക് 4x2. പിന്നെ കേരളം നമ്പർ ആക്കി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ മേജർ കാര്യങ്ങളൊന്നുമില്ല. എത്ര വെഹിക്കിൾ ആണ് ഇത്? നമ്മൾ 14,60,000 രൂപ നമുക്ക് കൊടുക്കാം. 14,60,000 പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു 10 ലാഖ് നോർമൽ കസ്റ്റമർക്ക് അതില്ലെങ്കിൽ 2 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാനും പറ്റൂല. വീണ്ടും നമുക്കൊരു ഫോർച്യൂണർ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മോഡൽ 2012 മോഡല് 4x2 ഡീസൽ ഓട്ടോമാറ്റിക് സെയിം വണ്ടി തന്നെ. എത്ര പേ ചെയ്യാൻ പറ്റും? ഇത് തേർഡ് ഓൺ ആണ്. കുറഞ്ഞ വിലയ്ക്ക് 12,25,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അപ്പോൾ അതാണ് ചെറിയൊരു ഇന്നോവന്റെ ഒക്കെ പ്രൈസ് നമുക്ക് ഫോർച്യൂണർ കൊണ്ട്. അത് 2 വീൽ ഓട്ടോമാറ്റിക്. ഞാൻ സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 12 മോഡലാണ്. 12 മോഡൽ 1,27,000-28,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് NOC ആണ്. കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു വണ്ടി കൂടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ കിടക്കുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് നെറ്റ് റേറ്റ് 10,50,000 കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് 10 ലക്ഷം ബഡ്ജറ്റ് നമുക്കൊരു ഫോർച്യൂണർ നോക്കുന്നത് ബെസ്റ്റ് ആണ്. 2 വീലാണ് അതോ 4 വീൽ? 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രിസ്റ്റകളുടെ പല കളക്ഷൻസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതിന് വൈറ്റ്, പേൾ വൈറ്റ് എന്ന ഇതിലേറ്റവും കൂടുതൽ ആളുകൾ വണ്ടി കൂടിയാണ് നമുക്ക് പേൾ വൈറ്റ്. ഇതിന്റെ ഇത് 2017-18 ആണ്. സെക്കൻഡ് ഓണർ കേരളത്തിലേക്ക് നമ്പർ ആക്കിയ വണ്ടി. KL10 ആയ വണ്ടിയാണ്. ഓപ്ഷൻ ഇത് 2.8Z ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് വേരിയന്റ്. നമുക്ക് 2.8 നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ്. അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് കൂടിയാണ്. കിലോമീറ്റർ പ്രത്യേകം 1.48 ഓടിയിട്ടുള്ളൂ. സർവീസും കളൊക്കെ ഉള്ള ജെനു വണ്ടിയാണ്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. അതെ, പിന്നെ ഇത് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി കൂടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇതിന് മാക്സിമം നമുക്ക് 18,80,000 രൂപ ലാസ്റ്റ് നെറ്റിന് കൊടുക്കാം. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഒരു 2 സംതിങ് ഉണ്ടെങ്കിൽ വണ്ടി വാറണ്ടി ഉണ്ട് അല്ലേ? സോ നമുക്ക് അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇത്തരം വാഹനങ്ങളുടെ യാതൊരു ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട. പുതിയ വാഹനങ്ങളെ പോലെ തന്നെ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെ നമുക്ക് വാറണ്ടി നമുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത തവണ ഇത് 2017 മോഡലാണ്. ഓക്കെ, കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി. പെന്തമണ്ണ രജിസ്ട്രേഷൻ ഓടിയ വണ്ടി. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിലില്ല. ഇത് 13,40,000 കൊടുക്കാം. 13,40,000 ഇപ്പൊ ഒരു ബെസ്റ്റ് പ്രൈസിനാണ്. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. ഓപ്ഷൻ ഏതായിരുന്നു പറഞ്ഞത്? 2.4G ആണ്. G ആണ് വരുന്നത്. സോ നമുക്ക് ടൈപ്പ് ടിയിലേക്ക് കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ്. 13,40,000 വാറന്റിയോട് കൂടി 1 ഇയർ വാറന്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് തോന്നുന്നു ഒരു ഇന്നോവ നോക്കുന്നവർക്ക് വൈറ്റ് ഫിനിഷിംഗിലാണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2015-16 മോഡലാട്ടോ. 16 മോഡൽ ഒറിജിനൽ ടൈപ്പ് 4 ആണ് അല്ലേ? ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇത് പറഞ്ഞ 2.4G ആണ്. 2.5G ആണ്. ഓക്കെ, ഡീസൽ മാനുവൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കുറഞ്ഞ കിലോമീറ്റർ ഓടി 1,10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതാണ്. ഇന്നോവയ്ക്ക് നമുക്ക് ഈ ഒരു കിലോമീറ്റർ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതർ സ്റ്റേറ്റ് തന്നെയാണല്ലോ. അതർ സ്റ്റേറ്റ് കേരളത്തിലേക്ക് നമ്പർ ആക്കിയുള്ള NOC-ലാണ് കൊടുക്കുന്നത്. ഓക്കെ, എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇതിന് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ കേട്ടോ. 8,70,000 രൂപയ്ക്ക് NOC കൊടുക്കാം. NOC-യിൽ 8,70,000 കൊടുക്കാം. 15 മോഡൽ ഉണ്ട്. 16 രജിസ്ട്രേഷൻ ഉണ്ട്. 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 1 ഇയർ ഹൈലൈറ്റ് പറഞ്ഞാൽ 1.10 ആണ് ഓടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം അല്ലെ? ഇത് 1 ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു ക്രിസ്റ്റ്യനാണ്. ഇത് പേൾ വൈറ്റ് ആണ്. 3rd ജനറേഷൻ ആണ്.
ഫേസ് ഒക്കെ വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ വണ്ടി ഒരു ക്വാളിറ്റി കൂടി ഒരു പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയും കൂടിയാണ്. 2016-17 മോഡലാണ്. ഇപ്പൊ കിടക്കുന്ന തേർഡ് ഓണറിലാണ്. KL50 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. മണ്ണാർക്കാട് രജിസ്ട്രേഷൻ. പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് സാധാരണ അതർ സ്റ്റേറ്റിൽ വന്ന വണ്ടികൾക്ക് എന്തെങ്കിലും റീപ്ലേസ് വരാറുണ്ട്. ഇതിന് ഒരു റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഒന്നുമില്ല. സാധാരണ ഫ്രണ്ട് ഗ്ലാസ് സ്ക്രാച്ച് വരാറുണ്ട്. ഒന്നുമില്ല. പോരാത്തതിന് ഇതിന്റെ ടൈപ്പ് 3 മാറിയിരിക്കുന്ന ഒറിജിനൽ കിറ്റാണ്. 58,000 വില വന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണ്. പിന്നെ ഇതിന്റെ സ്റ്റീരിയോ ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ കമ്പനി കൊണ്ട് പക്ക ജെനുവിൻ കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല. പ്രൈസ് കേട്ടാ മതി. കുറഞ്ഞ വിലക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 13,40,000 വണ്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് NOC പ്രൈസ് ആണ് അല്ലല്ല, കാറുടെ വണ്ടിക്ക് നമ്പർ ആയ വണ്ടിയാണ്. 50 നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ ആ പ്രൈസ് ആണ് 13,40 കൊടുക്കാം. 13,40. റീപ്ലേസ് ഇല്ല കേട്ടോ. റീപ്ലേസ് ഇല്ല. ഗ്യാരണ്ടി കൊടുക്കാം. 2 വർഷം വാറണ്ടി. 2 വർഷം വാറണ്ടി. സർവീസ് വണ്ടി. വേൾഡ് വെയിറ്റ് ആണ്. 3rd ജനറേഷൻ ആണ്. പക്ക ജെന്യൂൻ ആയിട്ട് നമുക്ക് ഗ്യാരണ്ടിയിൽ നമുക്ക് വാഹനം കൊണ്ടുപോകാം. 13,40 ഒരു 1.5 രൂപയുടെ വണ്ടി ഇറക്കും. 100% വീണ്ടും നമുക്ക് ഇതാണ് ഫസ്റ്റ് ജനറേഷന് ക്രിസ്റ്റയാണ് വരുന്നത്. അത് അടിപൊളി കളറാണ്. എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡലാണ്. ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നതാണ്. ആരെടുക്കുകയാണെങ്കിലും അവരിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്പർ ആക്കി കൊടുക്കാം. അവരെ രജിസ്ട്രേഷനിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റും. 2.8G ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സോ അപ്പൊ റയർ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വെറൈറ്റി കളറും കൂടിയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് നമ്മളെ രജിസ്ട്രേഷൻ എടുക്കുന്ന ആളെ രജിസ്ട്രേഷൻ ആണോ ആ രജിസ്ട്രേഷനിലേക്ക് നമുക്ക് നേരെ നമ്പർ ആക്കി കൊടുക്കാൻ പറ്റില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് കുറഞ്ഞ വിലയ്ക്ക് 13,75,000 വണ്ടി പോകും. 13,75 1.8 അതും Z ഓട്ടോമാറ്റിക് 2.8G ഓട്ടോമാറ്റിക് G4 ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അത് നമുക്ക് നമ്മളെ നമ്പറിലേക്ക് NOC എടുത്തിട്ടുള്ള പ്രൈസ് ആണ് 13,70,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് വൈറ്റ് പോലെ തന്നെ ക്രിസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്തിരുന്നു, ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് കളറാണ് ഈ ഒരു പർപ്പിൾ അല്ലേ? എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡലാണ്. 1,59,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള 2.4 V ആണ്. നമ്പർ ആവാത്ത NOC വണ്ടി. അപ്പൊ നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ തന്നെ ആയിരിക്കും. സാധാരണ നമുക്ക് G4 ഒക്കെ അവിടെ ടാക്സി ആയിട്ട് വരുന്നത്. V എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേഴ്സണൽ യൂസ് വന്നിട്ടുള്ള വാഹനങ്ങളായിരിക്കും. അത് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നേരെ നമുക്ക് ഫ്യൂൽ അടിച്ച് അങ്ങ് കൊണ്ടുപോയാൽ മതി. മാത്രം റീപ്ലേസ് ഉണ്ട്. മേജറായ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഈ വണ്ടിക്ക് എന്തായാലും 2 വർഷത്തേക്ക് എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി എടുക്കും. അപ്പൊ നമുക്ക് ഇത് റീപ്ലേസിന് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ 2 വർഷം വരെ നമുക്ക് ഇവര് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ 2 വർഷത്തിൽ എന്തായാലും പുറത്ത് കാണും. അപ്പൊ എന്താ വെച്ചാല് ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാം. 100% ഗ്യാരണ്ടിയിൽ 2 വർഷം വാറണ്ടി. റേറ്റ് എന്ന് പറഞ്ഞാൽ 14,45 വണ്ടി കൊടുക്കാം. 14 V ആണ്. 14,45 NOC. വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യാണ്. ഇതിന്റെ മോഡല് പ്രൈസ് 2016 മോഡല് ഏറ്റവും ടോപ്പ് വേരിയന്റ് 2.8 Z ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. ഇതിന് വേറെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കാരണങ്ങളായിരുന്നില്ല. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് സ്വാഭാവികമായിട്ട് എല്ലാ വണ്ടിന്റെയും വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കിടക്കുന്നത് സിംഗിൾ ഓണറിലാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പേരിലേക്ക് NOC എടുത്ത് കൊടുക്കാം. അതെ നമ്പർ ആക്കി AVയിലേക്ക് നമ്പർ ആക്കി സെക്കൻഡ് ലോർക്ക് കൊടുക്കാൻ പറ്റും. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 17,35,000 വണ്ടി. 17,35 നമ്പർ ആക്കി വണ്ടി. നമ്പർ ആക്കിയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. വിത്ത് നമുക്ക് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും 2 ഇയർ വാറണ്ടി കൊടുക്കാം. വാറണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു മുന്തിരി കളർ തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡല് 2,15,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മളിപ്പോ മുന്തിരി കളർ വണ്ടിയാണ്. പോരാതിന് 2.4 V ആണ്. മാനുവലാണ്. നമ്പർ ആക്കിയ വണ്ടി. നമ്പർ ആക്കിയിട്ടുണ്ട്. അതായത് KL50ലേക്ക്. ഈ വണ്ടി നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് 14,80,000 വണ്ടി കൊടുക്കും. പ്രൈസ് ആണ്. വിത്ത് വാറണ്ടിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 1.5-2 രൂപ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് തീർച്ചയായിട്ടും. അടുത്തതാണോ നമുക്കൊരു ജമണ്ട നൈറ്റ് ആണ്. അതായത് ബ്ലാക്കിൽ ഫോർച്യൂണർ. ബ്ലാക്ക് അല്ല അതില്ലേ, ഒരു ബ്ലൂയിഷ് ആണ് ബ്ലാക്കും അതുപോലെ ഒരു ഗ്രേ കൂടി മിക്സ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഒരു പിന്നെ ബ്ലാക്ക് കളർ ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ്. TRD കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 മോഡലാണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ്. അതാണ് ഇതിന് ഏറ്റവും ഹൈലൈറ്റ്. സാധാരണ ഇത്ര കിലോമീറ്റർ കുറഞ്ഞ ഫോർച്യൂണർ കിട്ടാൻ ഇച്ചിരി കേരളമാണോ? അതല്ല, നമ്പർ ആക്കിയിട്ടില്ല. നമ്പർ ആക്കിയുള്ള 52,000 കിലോമീറ്റർ. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇത് 2 വീലാണോ 4 വീലാണ്? 4x2 ആണ്. റീപ്ലേസോ സർവീസ് ഉള്ള വണ്ടി ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാം. ഒരു
4 ലക്ഷം രൂപയ്ക്ക് റൗണ്ട് ആക്കി നമുക്ക് കൊടുക്കാം. 24 റൗണ്ട് ആക്കിയിട്ടുള്ള പ്രൈസ് ആണ്. വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. 1 ഇയർ അല്ല 2 വർഷത്തേക്ക് വാറണ്ടി. 2 വർഷം വാറണ്ടിയിൽ നമുക്ക് 52,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. TRD കിറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5-2 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇതിൽ കൂടുതൽ പറ്റുന്ന കുറച്ച് ഓഫ് റോഡേഴ്സ് ആണ്. അത് പെജീറോ നമുക്ക് 4x4 7 സീറ്റർ വാഹനം അല്ലേ? അതെ അതെ. ഇത് നമുക്ക് പെജീറോ സ്പോർട്ട് ആണോ വരുന്നത്? ആ സ്പോർട്ട്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2011 മോഡലാണ്. 1,85,000 കിലോമീറ്റർ ഓടി. ഒറിജിനൽ കേരള അതർ സ്റ്റേറ്റ്? ഒറിജിനൽ കേരള വണ്ടി. 4x4 ആണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 7 സീറ്ററിൽ 4x4 ഡീസൽ അല്ലേ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. 100% ഗ്യാരണ്ടി പറയാം. പക്ക ജെന്യൂൻ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ജെന്യൂൻ വണ്ടിയാണ്. കുറഞ്ഞ വിലക്കാണ് നോക്കുന്നത്. 13,25,000 രൂപയ്ക്കാണ്. 13,25,000 ഒറിജിനൽ കേരള 4x4 നമുക്ക് ഒറിജിനൽ കേരള പെജീറോ ആണ്. അതും 7 സീറ്റർ വാഹനമാണ്. ടയറൊക്കെ എടുത്ത് പറഞ്ഞ ടയറൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ഓഫ് ഡോർ ടയേഴ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. അതും ഫുൾ കട്ട ടയർ വരുന്ന വണ്ടിയാണ് അല്ലെ? ഒരു വർക്കും ചെയ്യാനില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. പ്രൈസ് ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ 13,35,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 13,35,000 അല്ലേ? ലോണ് നമുക്ക് സൗകര്യം ഉണ്ടാവുമോ? ലോൺ സൗകര്യം കുറച്ച് കുറവായിരിക്കും. കാരണം 11 മോഡലായതുകൊണ്ട്. ഓക്കെ, നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ ഡിപ്പെൻസ് ആയിരിക്കും. കാറുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ഐറ്റം. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2023 മോഡലാണ്. 23 മോഡൽ. 4x2 2 വീൽ ഡ്രൈവ് ആണ്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 2 വീൽ. വെറും 30,700 ലോ ഇതിൽ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ അതേപോലെ ഒരു ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ട് 2 വീലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എം സ്റ്റാലിന് പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കുറഞ്ഞ കിലോമീറ്റർ, വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ. 700. അതെ. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ചെയ്യാം. 14,25,000 വണ്ടി കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക് അല്ല? 2023 കേട്ടോ. അപ്പൊ നമുക്ക് മോഡൽ കൂടിയ വണ്ടിയാണ്. ചെറിയ കിലോമീറ്റർ ആണ്. ട്രാക്കിന് ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഇറക്കാൻ ചെയ്യാം. അടുത്ത ഒരു നമുക്ക് ഗ്രീൻ ആണ്. എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡലാണ്. 72,000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് ഡീസൽ വേണ്ടവർക്കുണ്ട്, പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ഇത് മോഡൽ പറഞ്ഞ 2021 മോഡൽ. 21 മോഡൽ. കിലോമീറ്റർ സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് കുറഞ്ഞ കിലോമീറ്റർ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ചെയ്യാം. 15,25,000 വണ്ടി. 15-25 നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ട്രാക്കിന്റെ ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ ഫോക്കസിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെക്ക് പോയിന്റ്സ് 120ഓളം ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വാഹനങ്ങൾ ഇവർ യാർഡിലേക്ക് കയറ്റുന്നത്. സോ നമുക്ക് ഇപ്പോൾ നമുക്ക് യൂസ്ഡ് കാറിലൊക്കെ ഉള്ളൊരു നമുക്കൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം നമുക്ക് മാക്സിമം ഒരു വാറണ്ടി കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏത് ലെവലിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു 7 സീറ്റർ സെഗ്മെന്റ്, അതിൽ നമുക്ക് 1-2 SUVs, സബോമീറ്റർ SUVs കൂടെ തന്നെ താറ് ഓഫ് റോഡർ ആയിട്ടുള്ള പെജിറോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് നമ്മൾ അത്യാവശ്യം നമുക്ക് ഹൈറൈഡർ വരുന്നുണ്ട്, സ്കോഡയുടെ കുഷാക്ക്, ഫോക്സ് വാഗന്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ്, വെന്യൂ, നെക്സോണ്, ഇനോവകൾ, പ്രീമിയം വെഹിക്കിൾസ് എല്ലാം ഉള്ള അടുത്തൊരു പാർട്ട് ഉടനെ തന്നെ നമുക്ക് വരുന്നതാണ്. ഫോക്സിലായിരുന്നു അഭിലാഷനാണ് കൂടെ ഉണ്ടായിരുന്നത്. ലൊക്കേഷൻ കൂടെ പറഞ്ഞത് ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടില് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് തൊട്ട് ചേർന്നിട്ടാണ് ഫോക്കസ് മോട്ടോഴ്സ്. നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തോളി. ധൈര്യമായിട്ട് നമുക്ക് ക്വാളിറ്റിയിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം, അത് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവ് ഇവിടുന്ന് കൊണ്ടുപോകാം. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ചെറിയ ഡൗൺ പേയ്മെന്റ് വാഹനങ്ങൾ ഉണ്ടാവും അല്ല, 2 വർഷം വാറണ്ടിയും കിട്ടുന്നു. അപ്പോൾ നമുക്ക് പുതിയ വാഹനം എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് അങ്ങ് കൊണ്ടുപോകാം. മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീണ്ടും കാണാം. റിയാസ് ആൻഡ് അഭിലാഷ് സൈനിങ് ഓഫ്.